നമസ്കാരം മച്ചാന്മാരെ, അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മോനഞ്ചേട്ടനുണ്ട്. എന്നിട്ട് ചെറിയ എർത്തിങ്ങിൻ്റെ പരിപാടിയായിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ കാണിച്ചാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സാഹചര്യം അല്ലേ. അതിൻ്റെ ഒരു ലിഫ്റ്റിൻ്റെ പ്രശ്നമാണ്. ലിഫ്റ്റ് ന്യൂട്രൽ വോൾട്ടേജ് കൂടിയ കാരണം അതിൻ്റെ പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ അടിച്ചു പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരത്തിനായിട്ടാണ് നമ്മൾ വന്നത്. ഏകദേശം ഒരു 20 വോൾട്ടിന് മേളിലേക്കൊക്കെ റേഞ്ച് നമ്മുടെ ഫുൾ ലോഡ് കണ്ടീഷനിൽ അത് പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നം മാറ്റി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒപ്പം മോനഞ്ചേട്ടനുണ്ട് കൂട്ടത്തിൽ. എന്താണ് മോനഞ്ചേട്ടാ? കഴിഞ്ഞോണം നമ്മൾ വേറൊരു സെനാരിയാണ്. കാരണം അവിടെ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ എർത്തിങ്ങേണ്ട ഒരു വിഷയമായിട്ടായിരുന്നു നമ്മൾ ഇതേ സെയിം തന്നെ ചെയ്തത്. പക്ഷേ അത് നമ്മൾ ഇൻസൈഡ് ചെയ്തു, ഔട്ട് സൈഡ് കണക്ഷൻ കൊടുത്തു. ഇവിടെ ഇപ്പം നമ്മൾ ഇത് വന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് എർത്ത് ന്യൂട്രൽ വോൾട്ടേജ് കൂടുതലാണ്, അത് ശരിയാക്കാതെ ഇവിടെ ലിഫ്റ്റിൻ്റെ SMBS ഒക്കെ ഒരു പ്രാവശ്യം അടിച്ചു പോയി. അപ്പോൾ അവരതിഞ്ഞ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായിട്ടാണ് ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു പ്ലേറ്റ് എർത്തിങ് തന്നെ ചെയ്യാമെന്ന് വെച്ചത്. നല്ലൊരു എർത്തിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതാണ് നമ്മൾ GI പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോസ്റ്റ്ലിയാണ്, എന്നാലും നമ്മൾ GI പ്ലേറ്റ് തന്നെ സെലക്ട് ചെയ്തു. 5-3 സ്റ്റിപ്പൊക്കെ ഓക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറുള്ള സാഹചര്യമായിരുന്നു പൂണിത്തറയിലെ വർക്ക്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ന്യൂട്രൽ എർത്തിങ് പോസ്റ്റ് സൈഡിലാണ് അത് ചെയ്തിരുന്നത്. അതിനുശേഷം KCBക്ക് അത് ന്യൂട്രൽ എർത്തിങ് പെർഫെക്റ്റ് ആക്കി കൊടുത്തു. അവരുടെ പ്രശ്നവും മാറി. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല വരുന്നത്. ന്യൂട്രലിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ വോൾട്ടേജ് ഹൈ ആകുന്നത് ന്യൂട്രലിനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ് ഹൈ ആകുന്നത് എർത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നമുള്ളത്. 20 വോൾട്ടിന് മേളിലേക്കൊക്കെ പോകുമ്പോഴും DB സൈഡിൽ ഇൻകമർ സൈഡിൽ അതിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഔട്ടായിട്ടുള്ള മൂന്നാമത്തെ നിലയിലാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ വേറെ സെനാരിയൊന്നുമില്ല. ഇവര് ആ ചെറിയൊരു എർത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വാല്യൂ കുറയുന്ന സാഹചര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രോപ്പർ എർത്തിങ് അല്ല എന്നുള്ളത്. മെറ്റീരിയൽസ് ഒക്കെ ചെലവ് ചെയ്തിട്ടും നമ്മൾ എർത്തിങ് കിട്ടില്ലാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂട്രൽ എർത്തിങ് ഒന്നും അല്ല, ശരിക്കും നമ്മുടെ എർത്തിങ് മാത്രമാണ്. ന്യൂട്രലുമായിട്ട് ബന്ധമൊന്നുമില്ല. ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നൊരു സാഹചര്യമല്ല. ന്യൂട്രൽ എർത്തിങ് ഒക്കെ ഇവിടെ സോളാർ ചെയ്തിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ലത്തീഫിൻ്റെ എർത്തിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിഫ്റ്റും കാര്യങ്ങളുണ്ട്. ആ ലിഫ്റ്റിൻ്റെ ആണ് മെയിൻ പ്രശ്നമായിട്ടുള്ളത്. ഇനി നമുക്ക് DB സൈഡിലേക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ, മീറ്റർ ബോക്സ് സൈഡ്. അപ്പോൾ എന്തായാലും മീറ്റർ ബോക്സ് സൈഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സാഹചര്യം നമ്മളൊരു 3-4 ദിവസം മുമ്പ് ഇൻസ്പെക്ഷന് വേണ്ടി വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇത് സോളാർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഐസൊലേറ്ററും സോളാറിൻ്റെ മീറ്ററും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ സൈഡിലായിട്ട് KCBയുടെ മീറ്ററും കാര്യങ്ങളാണ്. KCBയിലെ ആ ഗ്രീൻ കളർ കാണുന്ന വയർ, ആ പൈപ്പല്ല, ആ സ്ലീവ് ഇട്ട് വെച്ചിരിക്കുന്ന കോപ്പർ ന്യൂട്രൽ എർത്തിങ് ചെയ്തിട്ടുള്ളതാണ്. സോളാർ സിസ്റ്റം ചെയ്തവർ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണത്. അതേപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ സിസ്റ്റം എർത്ത് വന്നിട്ടുള്ളത് ഈ മെറ്റൽ ബോക്സിലേക്ക് വൺ സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗ്രീൻ വയറാണ് സോളാർ സിസ്റ്റത്തിലേക്ക് അവിടുത്തെ പ്രൊട്ടക്ഷൻ എർത്തായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അത് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടായിരുന്നു. മെറ്റൽ ബോക്സിൻ്റെ സൈഡിൽ എർത്ത് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ നിന്നാണ് ഒരു എർത്ത് എടുത്തിട്ട് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കണക്ഷൻ പോയിട്ടുള്ളത് നമ്മുടെ മെയിൻ സ്വിച്ചിലേക്കാണ്. അപ്പോൾ ഇത് മെയിൻ സ്വിച്ചിലേക്ക് വന്നിട്ടുള്ള 3 ഫേസും ന്യൂട്രലുമാണ് ഈ കാണുന്ന കേബിളുകൾ. അത് സോളാർ സിസ്റ്റത്തിൻ്റെ മെയിൻ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഈ ഒരു കേബിളാണ് നമ്മുടെ DBയിലേക്ക് പോകുന്ന കേബിൾ. 3 ഫേസും ന്യൂട്രലുമായിട്ടാണ് ആ DBയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മുഴുവൻ കൂടിയാണ്. ഇതൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നൊരു സാഹചര്യമാണ് നമ്മൾ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നൊരു സാഹചര്യം. നിലവിൽ 9 വോൾട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്ത് 12, 13 അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു വോൾട്ടേജ് വേരിയേഷനാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ രീതിയിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നോട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് 21 വോൾട്ടിന് മുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിങ് സംവിധാനം ചെയ്യാണ്ട് അത് ക്ലിയർ ആക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 22 വോൾട്ടിന് മുകളിലേക്കൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടിയിരുന്ന ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത്. ചില സാഹചര്യത്തിൽ അത് കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിങ് നമ്മൾ ലിഫ്റ്റിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ലിഫ്റ്റിലേക്ക് ഒരു ഇൻകമർ കേബിൾ പുതിയത് കൊണ്ടുവരികയും ചെയ്യുകയാണെന്ന്
ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ എർത്തിങ്ങിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലത്തീഫ് ബ്രോയും ഞാനും ഉണ്ട് കൂട്ടത്തിൽ, മോഹൻ ചേട്ടനൊപ്പം എർത്ത് സ്ട്രിപ്പുകൾ ടിൻ ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ മറ്റു വീഡിയോകളിലൊക്കെ എർത്തിൻ്റെ സ്ട്രിപ്പുകൾ ടിൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ എർത്തിങ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കോപ്പർ സ്ട്രിപ്പുകളെ നമ്മൾ കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ടിൻ ചെയ്ത് ആണ് എടുക്കുന്നത്. അങ്ങനെ ടിൻ ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് കാര്യങ്ങൾ കിട്ടാണ്ട് വരും. ജോയിൻസുകളിൽ ക്ലാവ് പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എർത്തിങ് ചെയ്യുന്നതിന് ശേഷവും പ്രോപ്പറായിട്ടുള്ള ഒരു എർത്ത് അല്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ജോയിൻസ് വരുന്ന എല്ലാ ഭാഗങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ടിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ടറുകൾ കണക്ട് ചെയ്യുന്ന ഭാഗം, നമ്മുടെ മേളിൽ നിന്നുള്ള കോപ്പർ സ്ട്രിപ്പ് വന്ന് കണക്ട് ചെയ്യപ്പെടുന്ന ഭാഗം പ്രോപ്പറായിട്ട് ടിൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ കോമ്പൗണ്ടിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോൾഡറിങ് പെയിൻറ്റിൻ്റെ കാര്യവും അതെങ്ങനെ ചെയ്യണം എന്നുള്ള കേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവർ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൂടി ഉൾപ്പെടുത്തിയേക്കാം. സ്പാനുള്ളത് കുത്തിപ്പിടിക്കും. അതൊന്ന് കുത്തിപ്പിടി. അപ്പോൾ നമ്മുടെ എർത്ത് സ്ട്രിപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ടിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്ലേറ്റുമായിട്ട് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളാണ്, പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ടിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലത്തീഫ് ബ്രോയും നമ്മുടെ ഹിന്ദിക്കാരൻ ബ്രോയും കൂടി അത് പ്ലേറ്റിലേക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമ്മുടെ SS-ൻ്റെ നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മുടെ എർത്ത് പ്ലേറ്റിലേക്ക് കോണ്ടാക്റ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ സ്ട്രിപ്പുകളും വെച്ച് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി മേളിലേക്ക് നമ്മുടെ ടെർമിനൽ ഭാഗം, അതായത് മേളിൽ നിന്നുള്ള എർത്ത് ടെർമിനൽസ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുള്ള കോപ്പർ ആ ഭാഗം ടോപ്പിൽ വെച്ച് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദിക്കാരനും ലത്തീഫ് ഭായും കൂടി കഴിഞ്ഞ ദിവസം വന്ന് പ്രോപ്പറായിട്ട് തന്നെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മീറ്ററിനടുത്തായപ്പോൾ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് മോട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വറ്റിച്ചൊക്കെയാണ് ആ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 2:40 നമ്മൾ കൃത്യമായിട്ടുള്ള കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ പാറയാണ്. അപ്പോൾ ആ ലെവൽ വരെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഏകദേശം 2:40 കുഴിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യുന്ന രീതികൾ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ലിഫ്റ്റിലേക്ക് പവർ സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക DB ആണ് വെക്കുന്നത്. പുതിയ കേബിളാണ് മീറ്റർ ബോക്സ് സൈഡിൽ നിന്ന് നമ്മൾ മേളിലേക്ക് വലിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്നൈഡറിൻ്റെ ഒരു 8-way ഡബിൾ ഡോർ DB ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്നൈഡറിൻ്റെ ഡബിൾ ഡോർ DB ആണ്. അപ്പോൾ ഇതിലാണ് ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ വരിക. ലിഫ്റ്റിന് സെപ്പറേറ്റ് ഒരു DB എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് സ്നൈഡറിൻ്റെ RCCB തന്നെയാണ്. 30 MA 40 amps RCCB ആണ് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, മെയിൻ ഇൻകവറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു 2-pole MCB നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. C60ൻ്റെ 2-pole MCB ലിഫ്റ്റിലേക്കുള്ള പവർ സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ട് 2-pole MCB എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൻ ഐസൊലേറ്റിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഐസൊലേറ്റർ എടുത്തിട്ടുണ്ട് 40 amps. അതേപോലെ ലിഫ്റ്റിലേക്കുള്ള പവർ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 16 amps ഒരു MCB എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെയർവോളുകൾ കാര്യങ്ങൾ നമ്മൾ ലെഗുകൾ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ലെഗുകൾ 4 square mm-ൻ്റെയും 2.5 square mm-ൻ്റെയും ലെഗുകൾ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ DBയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് സ്പിരിറ്റ് വരെ കാര്യങ്ങളൊക്കെ വെച്ച് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. വീഡിയോ പട്ടേന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ, കാരണം ഡിലേ വന്നു എന്നാരും പറയരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DB ഫിക്സ് ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഡി ബിയുടെ സെറ്റിങ് പരിപാടികളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ വാഷറും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഡി ബി വളർന്ന് മറ്റൊരു രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വലിവ് വന്നാൽ പോലും ഒന്നും പോരില്ല, വലിച്ചു പറിച്ചാൽ പോരും, അത് കാര്യം വേറെ. അപ്പോൾ നമ്മുടെ കേബിൾ 4 mm പോളി ക്യാബിൻ്റെ കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ PVC ഗ്ലാൻഡിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഗ്ലാൻഡ് എർത്തിങ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. നമ്മുടെ മറ്റ് എർത്തുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും വരാത്ത രീതിയിലാണ് ഇവിടുത്തെ കേബിളിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ എർത്തിങ് സെപ്പറേറ്റ് തന്നെ പോകുന്നത് കൊണ്ട് മീറ്റർ ബോക്സ് ആയിട്ടുള്ള എർത്തുമായിട്ടോ നമ്മുടെ ബിൽഡിങ്ങിലുള്ള മറ്റു എർത്തുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഈ ഒരു സംഭവത്തിനില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രോപ്പറായിട്ട് ആ ലിഫ്റ്റിൻ്റെ വോൾട്ടേജ് കൂടാണ്ട് നിലനിൽക്കും. അപ്പോൾ നമ്മൾ PVC ഗ്ലാൻഡ് ഇട്ട് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ DB കാര്യങ്ങളൊക്കെ ഡ്രസ് ചെയ്തു. ഐസൊലേറ്ററും 2-പോൾ ഐസൊലേറ്ററും UPS സപ്ലൈക്ക് ഒരു 10-ൻ്റെ MCB ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഫെറോളും കാര്യങ്ങളൊക്കെ ഇട്ട് മാർക്ക് ചെയ്ത് ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ആ DB ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു സോക്കറ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ UPS സപ്ലൈ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, UPS കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് നമ്മൾ കോപ്പർ സ്ട്രിപ്പ് വന്നിട്ട് ആ സ്ട്രിപ്പിൽ നമ്മുടെ ഒരു എർത്ത് ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ എർത്ത് ബെഞ്ചിൽ നിന്നാണ് ഇനിയുള്ള ലിഫ്റ്റിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇറക്കി വെച്ച് ബാക്കി കരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ എർത്തിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളും വർക്കിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള സംഭവങ്ങളും നമ്മൾ മിസ്സാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രോപ്പറായിട്ട് പ്ലേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചാർക്കോളുകൾ വരുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മണ്ണും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളതും. അതേപോലെ തന്നെ ഓപ്പണായിട്ട് നമ്മൾ കുറച്ച് കോമ്പൗണ്ട് പൗഡർ, എർത്ത് കോമ്പൗണ്ട് പൗഡർ നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളമുള്ളൊരു സാഹചര്യമാണ്. വെള്ളമുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ മിക്സ് ചെയ്തിടുന്നതിനേക്കാളും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മിക്സിങ് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴും കിട്ടും. മണ്ണ് കയറാൻ പറ്റില്ല. കൊമ്പോണ്ടിന് വെള്ളം ഇട്ട് കൊമ്പോണ്ടിന് വെള്ളം ഇട്ട് കൊമ്പോണ്ട് ഇട്ട കൊമ്പോണ്ട് ആ നിൽക്കട്ടെ വെട്ടിട്ട് വേഗം മരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ എർത്ത് കോമ്പൗണ്ട് പൗഡർ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ മണ്ണിൻ്റെ കൂട്ടത്തിൽ പുറമെ അഡീഷണലായിട്ട് കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, വെള്ളമുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു മിക്സിങ് കിട്ടാനായിട്ട് ബാലൻസുള്ള കോമ്പൗണ്ട് പൗഡർ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. എർത്ത് വിറ്റുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള വർക്കുകൾ കാര്യങ്ങളാണ്. ഇനി കല്ല് കൊണ്ട് കെട്ടി അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മഴയത്താണ് നമ്മുടെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. മഴയ്ക്ക് മുന്നോടിയായിട്ട് എർത്ത് വിറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ ചേമ്പർ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന വർക്കുകൾ ലത്തീഫും മറ്റ് സുഹൃത്തും കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. നമ്മുടെ DB ഡ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്കി സമയത്തെല്ലാം കൂടി അവർ ആ വർക്കുകളും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ആ മഴ സമയമായതുകൊണ്ട് തന്നെ വൈകുന്നേരം സപ്ലൈയും പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. 2 ദിവസത്തിന് ശേഷം മോഹൻചേട്ടൻ പോയിട്ടാണ് പിന്നെ അത് ടെസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ടെസ്റ്റ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിരുന്നു. കാരണം എർത്ത് ടെസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ മഴയത്ത് ഉള്ള സാഹചര്യത്തിൽ ഞാൻ ചെയ്തിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. 7 ohms ലെവലിലാണ് നമുക്ക് കിട്ടിയ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പിറ്റേ ദിവസം വീഡിയോ എടുക്കാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിരുന്നത്. അന്ന് മഴയത്ത് സപ്ലൈ കൊടുത്ത് ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. സപ്ലൈ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസരത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബംഗാളി സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്താക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് ലത്തീഫ്, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ലത്തീഫിന് ആക്സിഡൻറ്റ് പറ്റിയത്. ആക്സിഡൻറ്റ് പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കാറിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം 2 വീലറിലായിരുന്നു, കാറിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഡോർ തുറക്കുകയും ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് ചെയ്തത്. ആ ഡോറിൽ വന്ന് ഇടിച്ച് അദ്ദേഹം വീണു. കൃത്യമായിട്ട് ഒരു 6 കാരിയിൽ ഈ ഭാഗത്തായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോൾഡറിന് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. നടുവിരൽ ഒടിഞ്ഞു പോയി. അതേപോലെ തന്നെ കാലിനൊക്കെ കാര്യമായിട്ടുള്ള പരിക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം പിന്നെ ആ വീഡിയോ ആ ഒരു സെറ്റപ്പിലുള്ള മൈൻഡേ നമ്മുടെ പോയി.
അത് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഭാഗമൊന്നും ഈ വീഡിയോയുടെ അകത്ത് വരാത്തത്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡോറ് തുറക്കുമ്പോൾ മറ്റുള്ളവർ പുറകിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ഡോറ് തുറക്കാൻ. അതിന് പ്രത്യേകിച്ച് റൂൾസ് കാര്യങ്ങളുണ്ട് ഡോറ് തുറക്കുന്നതിന്. ഇപ്പോൾ വലതുവശത്തും ആണ് നമ്മൾ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നത്. നമ്മൾ വലത് ഹാൻഡിൽ കൊണ്ട് കൈകൊണ്ട് ഡോറ് തുറക്കാതെ ഇടത് കൈ കൊണ്ട് ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബാക്കിൽ വരുന്ന ആളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം നമ്മളിങ്ങനെ തിരിയാണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും പുറകിൽ നിന്ന് വരുന്ന ആളെ കാണാൻ സാധിക്കും. അപ്പോൾ ലത്തീഫിനെ സംബന്ധിച്ച് പറ്റിയ അപകടമെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടം. ഇനി അദ്ദേഹത്തിന് ഇത് റിക്കവറായിട്ട് വരുന്നെങ്കിൽ അധികം സമയമെടുക്കും, കുറച്ചധികം മാസങ്ങളെങ്കിലും എടുക്കും അതൊന്ന് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അദ്ദേഹം ആ കാറ് ഓടിച്ചിരുന്ന ആൾ ചെയ്ത ഒരു നിസ്സാരമായിട്ടുള്ള ഒരു തെറ്റിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ വലിയൊരു താങ്ക്സ് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുണ്ട്, സബ്സ്ക്രൈബർ സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് വളരെയധികം താങ്ക്സ് പറയാനുണ്ട്. ചെറിയൊരു സമയത്ത് അത്രയും അർജൻറ്റായിരുന്നൊരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാരുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അത്ര തുക അദ്ദേഹത്തിന് കൈമാറാനായിട്ട് സാധിച്ചു. എമർജൻസി ആയിട്ട് നമുക്ക് ആ ഒരു സഹായം നൽകാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ലത്തീഫ് ഭായ് ഇത്രയും വേഗം സുഖപ്പെട്ട് നമ്മുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും വർക്കിന് വരും. എന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ പറഞ്ഞൊരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പല വീഡിയോകളിലൂടെയൊക്കെയാണ് പല സുഹൃത്തുക്കളും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളോ സാമ്പത്തികമായിട്ട് മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിഷയമേ നമ്മൾ വന്നിട്ടില്ല. നമ്മൾ ടെക്പരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു എമർജൻസി സാഹചര്യം വന്നപ്പോൾ ഞാനതിന് ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ അതിനെ വളരെ നല്ല രീതിയിലെടുത്ത് നല്ല രീതിയിൽ അദ്ദേഹത്തെ ലത്തീഫിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോയുടെ റിസൾട്ട്, നമ്മൾ ചെയ്ത വർക്കിൻ്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ആ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് കാണിച്ചു തരാം. ആ വാല്യൂസിൻ്റെ കാര്യങ്ങളോട് കാണിച്ചു തരാം. ഈ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിപ്പോയതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടിയും വന്നിട്ടുള്ളത്. അത് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിലേക്ക്